ഇല്ല നെക്സ്റ്റ് മന്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കും. അവിടെ ഒരു സോങ്ങിന്റെ ഷൂട്ട് കിടക്കുക. ഇല്ല 2 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഞാൻ ഇത്തിരി ബിസിയാണ്. ഓക്കെ. വേഷഭൂഷാദികൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? കേരളത്തിലെ അറിയപ്പെടുന്ന 2 മന്ത്രവാദികളാണ്. ഞങ്ങളങ്ങ് ദൂരെ നിന്ന് വരുവാണേ. തിരികെ പോവാൻ വണ്ടിക്കൂലി ഇല്ല. വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ജ്ഞാനദൃഷ്ടിയിൽ ചിലത് കാണുന്നുണ്ട്. എന്താണാവോ? സൗഭാഗ്യം ഈ കുടുംബത്തിൽ വന്ന് കേറാൻ പോകുന്നു. അയ്യോ, അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയാ പോകണോ? അപ്പൊ നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഞങ്ങൾക്ക് കുട്ടികളില്ല സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ കുടുംബത്തിലെ ഒരു തൊട്ടില് കെട്ടി തൂങ്ങാൻ പോവുകയാണ്. കട്ടിലുണ്ടല്ലോ ഇവിടെ. കട്ടിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, തൊട്ടിലൂടെ വേണ്ടേ? അതിനുവേണ്ടി അതെ. ഒരു കാര്യം ചെയ്യാ, ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ എടുക്കുക. അയ്യോ, അതിന്റെ ആവശ്യമില്ല. അകത്ത് ടോയ്ലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞില്ലേ? സൗഭാഗ്യം പിച്ച വെച്ച് ഓടി നടക്കാൻ പോവുകയാണ്. 2 പേരും അനങ്ങാതെ മിണ്ടാതെ ഉരിയിടാതെ 2 ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് എടുത്തോണ്ട് വരിക. ഒരു ജപമുണ്ട്. അനങ്ങാതെ എങ്ങനെ വെള്ളം എടുക്കുന്നേ? എന്റെ പൊന്നു സഹോദരി, എടുത്തോണ്ട് വരാമോ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. 2 ബക്കറ്റ് വെള്ളം. 2 ബക്കറ്റ് വെള്ളം. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. ഇല്ല. അത്രയല്ലേ ഉള്ളൂ. കൊണ്ടു കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യമുണ്ട്. എത്ര ഡോക്ടേഴ്സ് നമ്മൾ കാണിച്ചതാണ്. അതെ, ബക്കറ്റ് ചെറു. എന്താ ഇവിടെ ചെയ്യുന്നേ? മൺവിരയെ മാന്തുവാ. ചൂണ്ടയിടാൻ. മൺവിര ചൂണ്ടയിടാനേ. കൈയെടുത്ത് കൈ മാറ്റി. അല്ലല്ല, സാമിയുടെ കയ്യിലും പരിപാടി. സാമിയുടെ കയ്യിലും തിരിക്കുന്നത്. കൈ കാണിച്ച് സാമി. കൈ കാണിച്ച് സാമി. കൈ കാണിച്ച് സാമി. മറ്റേ കൈ കാണിച്ച്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പരിപാടി ഒന്നുമില്ല. സാമി തിരിഞ്ഞു. എന്താ നിങ്ങൾ ഇവിടെ കുഴിച്ചിടാൻ പോയത്? എന്താ മുട്ട? ഇതെങ്ങനെ സാമിയുടെ കൈ വന്നേ? ഇതെങ്ങനെ എന്റെ വന്നേ? ശത്രു കൂടോത്രം ചെയ്ത മുട്ടയാണ്. ഇതാരാ ഇവിടെ കുഴിച്ചിടാൻ പറഞ്ഞത്? ഇത് ആരാ കുഴിച്ചിടാൻ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് ഒരുപാട് ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ്. അതിലാരാണ് ഇവിടെ ഇത് കുഴിച്ചിടാൻ? ഈ മുട്ടയുടെ പിന്നിൽ ആരാ? ഈ മുട്ടയുടെ പിന്നിൽ സത്യമായിട്ടും പറയാം, കോഴിയാ. എനിക്കറിയില്ല സാറേ, ഞങ്ങൾ ചുമ്മാ ഒന്നൊരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചത്. തമാശക്ക് വേണ്ടി എന്റെ മുട്ടത്താണോ? അല്ല, ഈ മുട്ടയുടെ പിന്നിൽ ഒന്നുമില്ല. ഇങ്ങനത്തെ ഡിസൈനുള്ള മുട്ട എവിടുന്ന് വരും? സത്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസ് വന്ന മുട്ടയാ. ഞാൻ ഇപ്പൊ ഡിവൈഎസ്പിനെ വിളിക്കും. എന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഡിവൈഎസ്പി. നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. പോലീസിനെ വിളിക്കരുത്. എനിക്ക് പറ, ആരാണ് പോലീസിനെ വിളിക്കരുത്. ഇതിന്റെ പിന്നില് സരോജ് കുമാർ.